ബി ഉണ്ണികൃഷ്ണൻ സാന്ദ്രയെ പടം ചെയ്യിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും എന്നിട്ട് സാന്ദ്ര പടം ചെയ്തില്ലേ. ഷൈനികത്തെ ഞാൻ തൃശ്ശൂർ പോയി കണ്ടിട്ടുണ്ട്. എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. അഡ്വാൻസ് വാങ്ങിയിട്ട് ചെക്ക് ബൗൺസ് ആയെന്ന് പറഞ്ഞു ചാനലിൽ കൂടെ. ഞാനങ്ങനെ ഇന്നുവരെ ജീവിതത്തിൽ ഇന്നുവരെ ആർക്കും കള്ളച്ചെക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവനെ ഉപദേശിച്ച് നന്നാക്കണം. അവൻ ചെയ്തത് തെറ്റെന്ന് ഞാൻ പറഞ്ഞു. തെറ്റാണോ അത്? അതിൻ്റെ പേര് പ്രോജക്റ്റ് പോയി. എൻ്റെ 10-13 ലക്ഷം രൂപ പോയി. ജനകീയ കോടതിക്കകത്ത് ഏറ്റവും കൂടുതൽ തെറി കിട്ടിയ ആൾ ഞാനാണ്. കാരണം ഞാൻ പറഞ്ഞത് മുഴുവൻ കട്ട് ചെയ്തു. അശ്വന്തൊക്കെ നായകനാക്കി എന്നെ പിന്നെ ചിത്രീകരിച്ചു. സാന്ദ്ര പറയുന്ന വേഷം സാന്ദ്രയുടെ ഭാഗം കേൾക്കുമ്പോൾ ശരി അല്ലേ, ഇപ്പുറത്ത് ഇവര് പറഞ്ഞ് കേൾക്കുമ്പോൾ ശരി. അപ്പം ഇത് ശരിക്കും ആ ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ അത് രമ്യത തീർക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. എനിക്ക് ഏറ്റവും ഒടുവിൽ ഒരു ക്ലാഷ് ഉണ്ടായത് ബി ഉണ്ണികൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ചേംബർ ജനറൽ സെക്രട്ടറിയുമായിട്ട് നിരസുന്നു. ഒരു കാരണം പശ്ചാത്തലം ഒരു ചർച്ചയിൽ പറയുകയാണ്, ഫെഫ്കയിലെ സാങ്കേതിക പ്രവർത്തകരും മയക്കുമരുന്നിന് അടിമകളാണ്, അടിമകളെന്നല്ല അത് ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിലാണ് ചേംബറിൽ കൊണ്ടുവന്ന് ഒരു പരാതി കൊടുക്കുന്നു താങ്കൾക്കെതിരെ. എന്തെങ്കിലും പരാതി സംബന്ധിച്ച് ചേംബറിൽ ചർച്ച നടന്നോ? എന്തെങ്കിലും പരാതിയിൽ അതിൽ തീരുമാനം ഉണ്ടായോ? അല്ല, ഈ നമ്മുടെ 2 ഡയറക്ടർമാരെ അറസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമാണ് ചാനലുകാർ ആദ്യം വിളിക്കുന്നത് നമ്മളെ ആയിരിക്കും. നമ്മൾ ഈ കോയ കോടാലിയായിട്ടായിരിക്കും കേട്ടോ അയാൾ വിളിക്കുന്നത്. അപ്പോൾ ചാനലുകാർ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഫെഫ്കയെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഫെഫ്കയോട് ചോദിച്ചിട്ടുള്ള ഇവരൊന്നും ചെയ്യുന്നത്. അവർക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുള്ളവരാണ്. അതുകൊണ്ട് ഫെഫ്കയിലാണ് 14,000 തൊഴിലാളികൾ ഉള്ളത്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 1000 പേരിൽ താഴെയുള്ളൂ മെമ്പർഷിപ്പ് ഉള്ളത്. ഒത്തിരി പേര് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോയി. ഡയറക്ടേഴ്സ് അല്ല, നമ്മുടെ സിനിമ വിതരണക്കാരെന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? 100-200 പേരേ ഉള്ളൂ. തിയേറ്ററുകാർ എത്രയുണ്ട്? 700 പേരേ ഉള്ളൂ. പക്ഷേ ആയിരക്കണക്കിന് അംഗങ്ങളുള്ളത്, തൊഴിലാളികളും എല്ലാ ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ ഉള്ളത് ഫെഫ്കയിലായതുകൊണ്ട് സ്വാഭാവികമായും റേഷ്യോ കൂടുതൽ ഫെഫ്കയിലായിരിക്കും. എന്നാൽ ഫെഫ്ക ബി ഉണ്ണികൃഷ്ണനോ സോഹൻലാലോ ഇന്നലെ ഞാൻ സോഹൻലാലിനോട് സംസാരിച്ചു. സോഹൻലാൽ പറഞ്ഞു, ചേട്ടാ അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ഇതാ ശരിക്കും പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനൽ, നിങ്ങളല്ല മറ്റൊരു യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഫെഫ്കയിലെ മൊത്തം ആൾക്കാരും ഇതാന്ന് പറഞ്ഞ് അടിച്ചിറക്കി എൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ച്. ഉണ്ണികൃഷ്ണൻ ഇത് ചൊടിപ്പിച്ചു, സ്വാഭാവികമായിട്ടും ചൊടിപ്പിച്ചു. അദ്ദേഹം സിയാദ് ഒക്കെ വിളിച്ച് പറയുന്നു, അദ്ദേഹം എന്നെ വിളിക്കുന്നു, താനിങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ആ പുള്ളി എന്നെ വിളിച്ച് ഇങ്ങനെ പറയുന്നു. ചേംബർ പ്രസിഡന്റിനെ വിളിക്കുന്നു. അപ്പോൾ ചേംബർ പ്രസിഡന്റിനോട് വിളിക്കുന്നു, പരാതി കൊടുക്കുന്നു, എന്നെ നിയന്ത്രിക്കണം. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചേംബറിലേക്ക് പോകുന്ന വഴിക്ക് ചാനലുകാർ മൊത്തം വിളിക്കും. ഈ പരാതി വെളിയിൽ പോയി. ഈ പരാതി എൻ്റെ കിട്ടിയിട്ടില്ല, പ്രസിഡന്റിൻ്റെ പരാതി. സാധാരണ ജനറൽ സെക്രട്ടറിക്കാണ് അഡ്രസ് ചെയ്യേണ്ടത്, ചേംബറിൻ്റെ നിയമം. ഇതിപ്പോൾ ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു പരാതിയാകുമ്പം പ്രസിഡന്റിന് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, എക്സെപ്ഷൻ കേസ്. ഈ സാധനം വെളിപ്പോയി. അത് എവിടെതാണ് ഉണ്ണികൃഷ്ണൻ കൊടുത്തതെന്ന് ഞാൻ പറയില്ല, നമ്മൾ കാണാത്ത കാര്യം പറയുന്നത് ശരിയല്ല. അപ്പോൾ ഉണ്ണിയും ഞാനും CMS കോളേജിൽ പഠിച്ചവരാ. ഉണ്ണി MA ലിറ്ററേച്ചറായിരുന്നു. ഉണ്ണി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉണ്ടായിരുന്നു, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പാനൽ ഉണ്ണിയുടെ പാനലിൽ മത്സരിച്ച് ഉണ്ണിയുടെ പാനൽ തോറ്റു. അത് സത്യമാട്ടോ. ഞങ്ങളുടെ പാനൽ ജയിച്ചു. ഞങ്ങൾ അന്നൊരു രാഷ്ട്രീയപരമായിട്ടുള്ള അന്ന് നമുക്ക് കുറച്ചുകൂടെയൊക്കെ പിള്ളേർ സെറ്റല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. 1989 CMS കോളേജ്. അന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്നു. അന്ന് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ബി എക്കണോമിക്സ്. അദ്ദേഹം MA ലിറ്ററേച്ചർ. എന്നേക്കാൾ 2 വയസ്സ് കൂടിയ ആളാണ് ഉണ്ണി. അപ്പോൾ അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. പിന്നീട് ഞാൻ ആ യൂട്യൂബ് ചാനലുകാരെ വിളിച്ചു. ഞാൻ നിങ്ങളെ ആ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ നിങ്ങളോട് എപ്പോഴും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ വന്നു? പുള്ളി പറഞ്ഞു അന്വേഷിക്കാവുന്നു. ഞാൻ പറഞ്ഞു ഇനി അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഓൾറെഡി എല്ലാം പോയി, കയ്യിൽ പോയി. ഓൾറെഡി പേഷ്യൻ്റ് ചത്ത്. ഇനിയിപ്പം ICU കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ സംഭവിക്കാനുള്ള സംഭവിച്ചു. അത് ഞാൻ ഉണ്ണിക്ക് അയച്ചു കൊടുത്തു. ഞാൻ ആ പറഞ്ഞ ഓൺലൈൻ മാധ്യമപ്രവർത്തനം സംസാരിച്ചു അയച്ചു കൊടുത്തു. ഈ പറഞ്ഞ കാര്യങ്ങളും അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ മാതൃഭൂമി ചാനലില്ല, അത് ഒത്തിരി വ്യൂവേഴ്സുള്ള, അതും അയച്ചു കൊടുത്തു. ഏഷ്യാനെറ്റ് പറഞ്ഞൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അവർക്ക് ബോധ്യം വന്ന് കാണും. പിന്നെ അവർക്ക് ബോധ്യം വന്നില്ലെന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. മനസ്സിലല്ലേ? എൻ്റെ റേഷൻ കാർഡിൻ്റെ പേരൊന്നും ആരും വിട്ടില്ല. ഞാൻ അവരോട് പറയാനുള്ള കാര്യങ്ങൾ ആ സംഘടനയോട് ഞാൻ ആ സംഘടന അടിച്ചാക്ഷേപിച്ചിട്ടില്ല. അത് ഞാനവർ ധരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതൊരു സംഘടന മര്യാദ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചേംബറിൽ ചർച്ച വന്നു, മിതത്വം പാലിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചെയ്യാം. ചേംബറിൽ ജനറൽ സെക്രട്ടറി അല്ലേ, അപ്പോൾ എല്ലാ അഫിലിയേഷൻ്റെ അപ്പെക്സ് ബോഡിയിൽ ഇരിക്കുന്ന ജനറൽ സെക്രട്ടറി
അതുകൊണ്ട് ഞാൻ ചാനലിലെ എല്ലാ സാധനങ്ങളും ചാടിപ്പോടി ഇപ്പോൾ പോകുന്നില്ല. കാരണം ഞാൻ ചിലപ്പോൾ അറിയാതെ കയറി ചാടി. ഇപ്പം ഞാൻ തോന്നുന്നു അന്നിന് ശേഷം ആകെപ്പാടെ ഇന്ന് നിങ്ങളോടാന്ന് തോന്നുന്നു ഈ സംസാരിക്കുന്നത്. സത്യം പറയാം, കാരണം നിങ്ങളുടെ ചാനലിനോട് എനിക്ക് ഒരു ഇഷ്ടമുണ്ട്, താങ്കളോട് ഇഷ്ടമുണ്ട്. കാരണം നിങ്ങളുടെ ചാനൽ കുറച്ചുകൂടി ഒരു തറവാടി ചാനലാണ്, ഉള്ള കാര്യം പറയാം. ഈ വിഷയത്തിൽ ഒരു ചേംബർ ഒരു നിലപാടെടുത്തു. എടുത്തു. അല്ലാതെ നിങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടോ? ചെറിയ ചെരുക്കൊക്കെ ഉണ്ടെന്നാണ് അന്ന് ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറഞ്ഞത്. ഈ പറഞ്ഞ CMS കോളേജിലെ തോൽവിയായിരിക്കും അല്ലേ? അല്ല അത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു എനിക്കില്ല കേട്ടോ. നമ്മൾ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു. നമ്മൾക്ക് വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കരുത് ഒരു മനുഷ്യന്. ഉണ്ണികൃഷ്ണനാണ് അത് പറയേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അയച്ചും കൊടുത്തിട്ടുണ്ട്. അവർക്ക് ബോധ്യപ്പെടുക. ഇപ്പം സോഹൻലാൽ അവരുടെ വർക്കിംഗ് സെക്രട്ടറി ഇന്നലെ ഞങ്ങളുടെ കമ്മിറ്റിയിലുണ്ട്, മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ വൈകുന്നേരം മീറ്റിംഗ് ഉണ്ടായി. അപ്പോൾ സോഹൻലാലിന് ഞാൻ അയച്ചു. സോഹൻലാൽ പറഞ്ഞു ചേട്ടാ അത് തെറ്റിദ്ധാരണയായിരുന്നു, നിങ്ങൾ മനസ്സിലായി, ചേട്ടൻ അത് കുരിശിലേറി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, അവർ കാര്യം മനസ്സിലായി. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഖാലിദ് റഹ്മാനെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള സംവിധായകരാണ് ഈ കുറച്ച് മുമ്പ് 27 ഫെബ്രുവരി 27 എൻ്റെ ഓർമ്മ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണല്ലോ. അല്ല അതെ, അത് ഞാൻ പറയില്ല. ഇപ്പം ഉപയോഗിക്കുന്നവരുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അവരെ നമ്മളിപ്പോൾ ഷൈൻ ഡൗൺ ചാക്കാം, നന്നായി വരട്ടെന്ന്. നമുക്ക് ഇപ്പം നമ്മുടെ ഷൈൻ നിഗത്തോട് നമുക്ക് എന്താ പാട്? അപ്പോൾ ഷൈൻ നിഗത്തിൻ്റെ ഭാഗത്തുനിന്ന് അവർ ഏറ്റവും കൂടുതൽ സജിതന്തിയായിട്ടാണ് ഞങ്ങളെ ഇല്ലാതാക്കിയത് എന്ന തരത്തിൽ അവരുടെ രീതിയുണ്ട്. ഞാൻ എന്തിനാണ് ഇല്ലാതാക്കുന്നത്? എൻ്റെ മോൻ്റെ പ്രായമല്ലോ. അബി എൻ്റെ ഫ്രണ്ടാണ്. ഇവരോട് എനിക്കധികം ബന്ധമൊന്നുമില്ല. ഏതാ ഷൈൻ നിഗത്തെ ഞാൻ തൃശ്ശൂർ പോയി കണ്ടിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അഡ്വാൻസ് വാങ്ങിയിട്ട് ചെക്ക് ബൗൺസ് ആയെന്ന് പറയും ചാനലിൽ കൂടെ. കാരണം സ്കെച്ച് പെന്നിന് അവർ എഴുതി വിട്ടാ. അപ്പോൾ സ്കെച്ച് പെന്നിന് എഴുതിയാൽ ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ഞാൻ സത്യം പറഞ്ഞ് അവഹേളിക്കപ്പെട്ടു. സജി എന്തിനാണ് ചെക്ക് മടങ്ങിയെന്ന് ഷൈൻ നിഗത്തിൻ്റെ അമ്മ വിളിച്ചു പറയും. സത്യം ഞാൻ ഓർത്ത് ശരിയല്ല, എൻ്റെ ചെക്ക് മടങ്ങി കാണും. അല്ല, ഈ ഷെയ്ൻ നിഗത്തിൻ്റെ അമ്മ അങ്ങനെ പറയാൻ പകരത്തിന് എന്തെങ്കിലും തെറ്റുകൾ ഷെയ്ൻ നിഗത്തോട് ചെയ്തിരുന്നത്? ഇല്ല, ഷൈൻ നിഗത്തിൻ്റെ ആ സമയത്ത് ലഹരി എന്ന് പറയുന്ന സാധനം മാറ്റി നിർത്തണം. ജോബിയുടെ വെയിൽ സിനിമയുടെ നമ്മുടെ മഹാസുബർ എൻ്റെ സുഹൃത്താണ്, മാത്രം ഞങ്ങളുടെ മെമ്പർമാരാണ്. അവരെ സേവ് ചെയ്യാൻ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ ജോബി വെയിൽ ജോബി എൻ്റെ സ്റ്റുഡൻ്റ് കൂടെയാണ്. അവനെ ഞാൻ +2 പഠിപ്പിച്ച ആളാണ് പബ്ലിക് കോളേജിൽ. അപ്പം നമ്മളവിടെ അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ മെമ്പർമാരെ ഒരു സംഘടനയുടെ ലക്ഷ്യം ഫോർ ദ മേക്കിംഗ് ദ വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ് അല്ലേ, എക്കണോമിക് വെൽഫെയർ അല്ലേ. അപ്പോൾ അതിന് ഞാൻ ഇത് ചെയ്തു, അതിലിടപെട്ടു എന്നുള്ള സത്യമാണ്. പിന്നെ ഷൈൻ നിഗത്തെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചില്ല. കാരണം ആ ചെറുപ്പക്കാരൻ നല്ല ചെറുപ്പക്കാരനാണ്. എനിക്ക് അബിയോട് വലിയ ഇഷ്ടം. അബി ഞാൻ കോട്ടയത്ത് പല പ്രോഗ്രാമിൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഇവരോട് ബന്ധമില്ല. അല്ല, അവര് ഇങ്ങനെ ചെക്ക് മടങ്ങിയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവണമല്ലോ. അല്ല, മടങ്ങിയെന്ന് പറയുന്നത് അവർക്ക് മനസ്സിലായി കാണില്ല. സ്കെച്ച് പെന്ന് എഴുതിക്കൊണ്ടാന്ന് ഞാൻ ബാങ്കിൽ പോയി. എനിക്ക് ഭയങ്കര ഫീലായിപ്പോയി. ഒരു ചാനൽ ചർച്ച ചെയ്തുകൊണ്ട് സജി എന്തിനാണ് ചെക്ക് മടങ്ങിയെന്ന് ഷൈൻ നിഗത്തിന് അമ്മ പറയുമ്പം സത്യം പറഞ്ഞാൽ എന്നെ അവർ പറഞ്ഞ സത്യമാണ്. ഒരു ലേഡിയല്ലേ ഈ പറയുന്നത്. ഞാനത് ബാങ്കുകാരോട് വിളിച്ചു ചോദിച്ചു, IOB ബാങ്ക് നിങ്ങൾ എന്ത് പണി കാണിച്ചു? എൻ്റെ ഇൻസഫീഷ്യൻറ്റ് ഫണ്ടില്ല എന്ന് പറഞ്ഞാൽ മടങ്ങണ്ട. എൻ്റെ ഫണ്ടുണ്ട്. ഞാനങ്ങനെ ജീവിതത്തിൽ ഇന്നുവരെ ആർക്കും കള്ളച്ചെക്ക് കൊടുത്തിട്ടില്ല. പിറ്റേ ദിവസം ചാനൽ ചർച്ച ഇല്ലല്ലോ. ചാനലിൽ വന്നിട്ട് പറയാം എൻ്റെ ചെക്ക് മാതൃഭൂമി ചാനൽ ചർച്ച നടത്തുമോ? സജി എന്തിനാണ് ചെക്ക് ബൗൺസ് ആയതിൻ്റെ കാരണത്തെക്കുറിച്ച് ഇന്ന് 8 മണിക്ക് പ്രൈം ടൈമിൽ സംസാരിക്കുന്നത് പറയാൻ പറ്റുമോ? എനിക്കിത് ആരോടും പറയാൻ പറ്റിയിട്ടില്ല. അപ്പം സ്കെച്ച് പെന്നിന് ഷൈൻ തന്നെ എഴുതിയതാണ്. 10 ലക്ഷമാണ് അന്ന് അഡ്വാൻസ്. അല്ല, ആ സമയത്ത് ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിരുന്നു. അതെ, അതായത് സാന്ദ്ര തോമസുമായിട്ട് ചേട്ടനും ചേർന്നൊരു പടം. വലിയ പടമായിരുന്നു. വലിയ പടമായിട്ട് ഭയങ്കര അനൗൺസ്മെന്റ് ഒക്കെ ആയിരുന്നു. അല്ല, നായകൻ ഷെയ്നായിരുന്നു. അതെ. പക്ഷെ അത് നടക്കാത്തത് ഇതിന്റെ പ്രശ്നത്തിൽ അത് പോയി. സാന്ദ്രയും ഞാനിവിടെ കൂടിയാണ് ഈ പണം ചെയ്യുന്നത്. ഞങ്ങൾ 10-15 ലക്ഷം രൂപ എനിക്ക് ചിലവായി. ഈ ചാനൽ ചർച്ച വന്നിരുന്നത് ഇതാ എൻ്റെ ഒരു കുഴപ്പമാണ്. എനിക്ക് ഇത് അറിയത്തില്ല. നമ്മൾ എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോകുന്നയാളെ അന്നങ്ങ് സേവ് ചെയ്തേക്കാം. ഷൈൻ നിഗം ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യവാളനാ എന്ന് പറഞ്ഞങ്ങ് സൂചിപ്പിച്ചാൽ എനിക്കിത് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പടം പിടിക്കാത്തത്. പറഞ്ഞില്ല, എനിക്കിത് അറിയാത്തതുകൊണ്ട്. ഷൈൻ നിഗം നല്ല ചെറുപ്പക്കാരൻ, എൻ്റെ മോനെ പ്രായം നന്നായി വരട്ടെ. അബിയുടെ മോനാണ്, ഞങ്ങളുടെ കുഞ്ഞിന് തുല്യമാണ്. ഇവൻ നന്നായി വരണം, മലയാള സിനിമ വലിയവനാവാം. അതുകൊണ്ട് അവനെ ഉപദേശിച്ച് നന്നാക്കണം. അവൻ ചെയ്തത് തെറ്റെന്ന് ഞാൻ പറഞ്ഞു. തെറ്റാണോ അത്? ഞാൻ പറയും. പിന്നെ അതിൻ്റെ പേര് പ്രോജക്റ്റ് പോയി. എൻ്റെ 10-15 ലക്ഷം രൂപ പോയി. ചെക്ക് ബൗൺസ് ആയവൻ എന്ന പേരും കിട്ടി. പോരെ? സത്യം പോരെ? വാസ്തവം അതല്ല. വാസ്തവം അതിനകത്ത് അയാള് പിന്നെ സ്കെച്ച് പെന്നുകൊണ്ട് എഴുതിയതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ദുഷ്പേരുണ്ടായി. എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കും അത് റിവീൽ ചെയ്യപ്പെടുന്നത് അല്ലേ? ആദ്യമായിട്ടാണ് പറയുന്നത്. സത്യം ആദ്യമായിട്ടാണ്. ഞാൻ ബാങ്കിൽ നിന്ന് ലെറ്റർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്.
പിറ്റേ ദിവസം മാതൃഭൂമിയിൽ അന്ന് ചാനൽ ചർച്ച നടത്തിയ വേണുവാണോ അതോ എനിക്ക് തോന്നുന്നു ആ വേണുവാന്ന് തോന്നുന്നു, അതോ മഞ്ജുഷ് ഗോപാലാണെന്നറിയില്ല. ഞാൻ പറഞ്ഞു ഒന്ന് ചർച്ച നടത്തുമെന്ന് വെച്ചു. കാരണം ആൾക്കാർ അപ്പോൾ കമൻസ് ബോക്സ് മുഴുവൻ അമ്പടാ ഇവൻ കൊള്ള ആള്, ഇവനാണ് സത്യം പറയാം, ഇവൻ്റെ ചെക്ക് മടക്കുന്നവൻ കള്ളൻ പ്രൊഡ്യൂസർ പൂരത്തെറി. മനസ്സിലായി? ഞാൻ കമൻറ്റ് ബോക്സ് നോക്കാറില്ല, അന്ന് ഗൗക്കേര് പറഞ്ഞു പൂരത്തെറിയാന്ന് പറഞ്ഞു, അങ്ങോട്ട് അടുക്കാൻ പറ്റത്തെന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെ ചെക്കൊന്നും മടങ്ങിയിട്ടില്ല. ഇന്ന് വരെ മടങ്ങിയിട്ടില്ല. ചെക്ക് മടക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ സിനിമ പിടിക്കാത്തത്. ഇത്രയും തുറന്നൊന്നും ആരും പറയില്ലെന്നേ, അതാണ് എൻ്റെ കാര്യം. എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും ചാനലുകാരൊക്കെ താങ്കളുടെ ഒരു ഫേവറേറ്റ് ഡിഷായിട്ട് മാറുന്നതെന്ന് തോന്നുന്നു. ചാനലുകാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എല്ലാ പ്രധാനപ്പെട്ട എല്ലാ ബഹുമോ ചാനലുകാരോട് ചോദിക്കും, നിങ്ങൾ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരു എന്ന് പറയുന്ന ചാനലിലെ പോകാൻ പറ്റില്ല, നല്ല റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ വേറെ ആൾ വിളിക്കും. അപ്പോൾ അവർ പറയുന്നത് കൊണ്ടാണ് അത് വ്യൂവേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല എനിക്കെന്ത് ക്വാളിറ്റി ഉണ്ടെന്ന്. ചിലപ്പം മൈനസ് ആയിരിക്കും വ്യൂവേഴ്സ്, ചെറിയ പറയാൻ വേണ്ടി തന്നെ കയറുന്നവരുണ്ട്. ഇപ്പം നമ്മുടെ ഈ ജനകീയ കോടതിക്കകത്ത് ഏറ്റവും കൂടുതൽ തെറി കിട്ടിയ ആൾ ഞാനാണ്. കാരണം ഞാൻ പറഞ്ഞത് മുഴുവൻ കട്ട് ചെയ്ത്. ഇപ്പം എന്നോട് അശ്വന്ത് ഗോക്ക് ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുകയാണ് അശ്വന്ത് ഗോക്കിന് ഏറ്റവും ഇഷ്ടമുള്ള നിറം എന്താണ്? അത് ഞാനിപ്പോൾ പറയണം, ഇത് ആർക്കും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അശ്വന്ത് ഗോക്ക് പറഞ്ഞു കറപ്പ പറ്റോ അങ്ങനെ ഒരു നിറം പറഞ്ഞു തോന്നുന്നു. ആഷ്മിയോട് ചോദിച്ചു, ആഷ്മി നടുക്കുകയാണല്ലോ, ആഷ്മിക്ക് ഇഷ്ടമുള്ള നിറം എന്താണ്? വെള്ളയാൻ പറ്റോ അന്ന് ആഷ്മി പറഞ്ഞത് എനിക്ക് തോന്നുന്നു. എനിക്കിഷ്ടമുള്ള നിറം മഞ്ഞ നിറമാണ്, എനിക്ക് ഇഷ്ടമായിട്ട് മഞ്ഞയാന്ന് പറഞ്ഞു. അപ്പം ഒരു സിനിമ കാണുമ്പോൾ വ്യത്യസ്ത അഭിരുചികളുള്ളവരാണ് പ്രേക്ഷകർക്ക് പറയാൻ വേണ്ടി ഞാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ്. ഇവര് കട്ട് ചെയ്തിട്ട് ആഷ്മി അല്ല ഇവരുടെ ഒരു ഉണ്ടല്ലോ ചാനലുകാരുടെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് ഷൈനികത്തെ നായകൻ ഇവരെ അശ്വന്ത് ഗോക്കിനെ നായകനാക്കി എന്നെ വില്ലനായി ചിത്രീകരിച്ചു. ഞാൻ പടപട ഓടിച്ചിട്ട് അടിപിടിക്കുക. സത്യം പറഞ്ഞാൽ ആ ഷൂട്ട് കഴിഞ്ഞ അശ്വന്ത് ഗോക്കനാണ് എൻ്റെ പൊന്ന് ചേട്ടൻ എന്നെ കൊന്നു പോലെ വിളിച്ചല്ലോ എന്ന് പറയുകയും ചെയ്തയാളാണ്. പക്ഷെ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ലൈവ് അല്ലല്ലോ, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മഹാമോശക്കാരൻ. ഈ പൊട്ടർ എന്നായി ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നത്, എടാ ഈ പൊട്ടർ ഇവനെ കൊണ്ട് വല്ല മാനസികാശുപത്രി കൊണ്ട് ഇവന് മാനസിക തെറ്റുമോ? മനസ്സിലല്ലേ? എന്നെ എത്രമാത്രം ഞാൻ പറയുന്നൊന്നും പൂർത്തീകരിച്ചിപ്പിക്കാതെ കട്ട് ചെയ്ത് കളഞ്ഞു. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്കൊന്ന് 25 ലക്ഷം 30 ലക്ഷം ആൾക്കാർ ഇപ്പോഴും കിടപ്പുണ്ട്. ഇപ്പോഴും ട്രോളർമാർ എന്നെ ഒരു 2-3 ആഴ്ച മലയാളത്തിൽ ഇനിയും ട്രോളർമാരൊന്നുമില്ല എന്നെ ട്രോൾ ചെയ്യാൻ. എന്നെ എടുത്തിട്ട് ആലയ്ക്ക് അവർ ഉടുത്തേച്ചാ പോയത്. അവിടെയും നമ്മൾ അവഹേളിക്കപ്പെട്ടു. അതൊക്കെ ഒരു ഭയങ്കര വിഷമം വരില്ലേ? അല്ല നമ്മൾ അങ്ങനെ വിഷമിക്കാൻ പോയിട്ട് കാര്യമില്ല. കാരണം അറിയോ, ഈ മൈനസുകളെല്ലാം കൂടി അവസാനം ഒരു പ്ലസ് വരും. ഇപ്പോൾ രാഹുൽ ഈശ്വറിന് എന്നോട് തെറിയായിരുന്നു, എന്നെ രാഹുൽ ഈശ്വറിന് പൂര തെറിയ. ഈയിടെ നമ്മുടെ ബോച്ചയുടെ പ്രശ്നം വന്നപ്പോൾ രാഹുൽ ഈശ്വറിനെ ഈ തെറി പറഞ്ഞവർ തന്നെ ശ്രദ്ധിച്ചോ. രാഹുൽ ഈശ്വർ എത്രയോ വർഷമായി ചാനൽ ചർച്ച വരുന്ന ആളാണ്. രാഹുൽ ഈശ്വറിന് ഇത്രയും നാളും ഇതുപോലെ തെറി കിട്ടിയ ഒരാളില്ല ആണല്ലോ. ഈ രാഹുൽ ഈശ്വരൻ ഞാൻ നിൽക്കുമ്പോൾ ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ മുഴുവൻ ആൾക്കാരും ചെറുപ്പക്കാരും മൊത്തം രാഹുൽ ഈശ്വർ മുത്താണ്, കണ്ണാണ്, ഞങ്ങളുടെ പിന്നെ ഇത്രയും നാളും ചക്കരയെ നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് ഈ തെറി പറഞ്ഞവർ തന്നെ. കാരണം എന്താ, ബോച്ചയ്ക്ക് അനുകൂലമായി നിന്നു. അന്നും എനിക്ക് പറ്റി, ഞാൻ പോയി ഹണി റോസിന് അനുകൂലമായി നിന്നു. എനിക്ക് പറ്റിയില്ല, അത് എനിക്ക് വിശ്വസിക്കുന്നു. കാരണം ഹണി റോസ് എന്ത് ധരിക്കണമെന്ന് നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. അമേരിക്ക ചെല്ലുമ്പോൾ അമേരിക്കയുടെ നിയമമാണ് അല്ലേ, UK ചെല്ലുമ്പോൾ UKയുടെ നിയമമാണ്. അപ്പം ഈ രാജ്യത്ത് ജീവിക്കുന്നവർ ഈ രാജ്യത്ത് ആ ഓരോ പൗരനും എന്ത് ഡ്രസ്സ് ധരിക്കണം തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വ്യൂ പോയിന്റിലാണ് പറഞ്ഞത്, അല്ലാതെ മറ്റൊരു വ്യൂ പോയിന്റിലാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഏത് തരം ഡ്രസ്സ് ധരിക്കണം എന്ന് തീരുമാനിക്കാൻ അവകാശം ഉള്ളപ്പോൾ തന്നെ ഞാൻ ഈ ധരിക്കുന്ന ഡ്രസ്സ് ശരിയാണോ എന്ന് ചിന്തിക്കാൻ അവർക്കാണ് അതിൻ്റെ ബാധ്യത. ആ തിരിച്ചറിവ് വേണ്ടത് ആ ധരിക്കുന്നവർക്കാണ് അല്ലേ. ഒരുപാട് ആക്രമണങ്ങൾ നേരിടുമ്പോഴൊന്നും ഭയം ഉണ്ടാവില്ല. എന്തിനാ ഭയക്കുന്നത്? ഒരു ദിവസം ചത്തുപോകും നമ്മൾ. ഇനി ഭയം ഉണ്ടെങ്കിലും ഭയമില്ല, എത്ര നാൾ ജീവിക്കും? ഒത്തിരി നാൾ ജീവിക്കാൻ പറ്റുമോ? വീട്ടുകാർ വൈഫോ മക്കളോ പറയോ വെച്ചാൽ പോകണ്ടെന്ന് പറയൂ? എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ചാനൽ ചർച്ചയ്ക്ക് പോകരുത്, ഭയങ്കര പിള്ളേർ പറയും കമൻറ്റ് ബോക്സിലൊക്കെ തെറിയുണ്ടെന്ന് പറയും. പക്ഷെ എനിക്ക് അനുകൂലമായി ഇപ്പോൾ ഈ ദിലീപ് ചർച്ചയ്ക്ക് നല്ല അനുകൂലമുണ്ട്. ആദ്യം മുഴുവൻ തെറിയായിരുന്നു, അനുകൂലം പറഞ്ഞവർ ആരുമില്ലായിരുന്നു. തെറിയെന്ന് പറഞ്ഞാൽ എന്നാ തെറിയായിരുന്നു അറിയാം, നല്ല തൊലിക്കെട്ടിയായിരുന്നു. അപ്പം എന്നോട് ഇങ്ങനെ വേറൊരു ചാനലുകാരൻ ചോദിച്ചത് ഇത്രയും തെറി കേട്ടിട്ടും ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് കാണ്ടാമൃഗം ഇറങ്ങി പോകുന്നുണ്ടല്ലോ, എൻ്റെ ശിക്ഷപ്പെടാൻ വന്നാന്ന് പറഞ്ഞു. കാണ്ടാമൃഗത്തിനേക്കാളും വലിയ തൊലിക്കെട്ടി എനിക്കെന്ന് പറഞ്ഞു. റീസെൻ്റ്ലി വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടന്നത് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഈ സിനിമകളുടെ കണക്ക് പുറത്തു വിടുന്നതിനെ സംബന്ധിച്ചിട്ടാണ്. വ്യക്തിപരമായിട്ട് അതിനകത്ത് ഒരുപാട് വിയോജിപ്പുകളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ട്. ചേട്ടൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് നല്ലതാണോ അങ്ങനെ കണക്ക് പുറത്തു വിടുന്നത്?
അല്ല, കണക്ക് പുറത്ത് വിടുന്നത് നല്ലതാണെന്ന് പറഞ്ഞ ആളാണ്, വേറൊന്നും കൊണ്ടല്ല. അപ്പം ഈ ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണം എന്ന് നമ്മളൊരു പഴമൊഴിയുണ്ട്. ശരിക്കും കണക്ക് വെളിവിടുമ്പോൾ ഈ ആൾക്കാർക്ക് എന്ത് കിട്ടി, എന്ത് ലാഭമുണ്ട് മലയാള സിനിമ അത് അറിഞ്ഞിരിക്കും. ഇപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും ചതിക്കപ്പെട്ട് സിനിമ എടുക്കാൻ വരുന്നവരാണ്. സിനിമയുടെ ABCD അറിയത്തില്ല. സിനിമ എന്ന മാധ്യമത്തെ ഇഷ്ടപ്പെടാത്തവരാരുമില്ല. ഇപ്പോൾ വിദേശത്തുനിന്ന് എനിക്കറിയാം, ഞാൻ ആ ചേംബറിൽ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ 1.5 വർഷമായിട്ട് ഞാൻ ചേംബർ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് 1.25 വർഷമായി. 100 കണക്കിന് ആൾക്കാരാണ് വിദേശത്തു നിന്ന് വരുന്നത്, മലയാളികൾ. അവർക്ക് സിനിമയെക്കുറിച്ച്, സിനിമ കണ്ടറിയാൻ, സിനിമ ഇഷ്ടമാണ്. സിനിമയുടെ ഷൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഏത് രീതിയെക്കുറിച്ചും ആ ബിസിനസ്സെക്കുറിച്ച് ശരിക്കും ബോധവാന്മാരല്ല. OTT ഇപ്പോൾ വിൽക്കും, മറ്റേ പടത്തിന് മറ്റേത് കിട്ടി, ഈ പടത്തിന് 1.5 കോടി ലാഭമായിരുന്നു, മറ്റേ പടത്തിന് 100 കോടി കിട്ടി, ചേട്ടനെന്ന് അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ടുവരുമ്പോൾ ഒരു സിനിമ പിടിക്കുക എന്ന് പറയുന്നത് ഒരു ആഢ്യത്തിൻ്റെ പൗരം. ഞാനൊരു സിനിമാ നിർമ്മാതാവാണ്, ഒരു അഡ്രസ്സാണ്. പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ആനയുണ്ടെങ്കിൽ ആനയുള്ള വീട് എന്ന് പറഞ്ഞ പോലെ സിനിമ നിർമ്മിക്കുക. അപ്പം ഞാൻ സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിച്ചത് നമ്മുടെ പഴയ കാലത്തെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടപ്പോഴാണ് എൻ്റെ ആഗ്രഹം മനസ്സ്. കോട്ടയം അഭിലാഷിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നവോദയ അപ്പച്ചനെ എഴുതി കാണിക്കുമ്പോൾ, ഞാൻ നവോദയ അപ്പച്ചനെ മരിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു. അപ്പോൾ എല്ലാവരും കൈ അടിക്കും നവോദയ അപ്പച്ചൻ എഴുതിയപ്പോൾ തിയേറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രൊഡ്യൂസറാണ്, ഈ കാശ് മുടക്കുന്നവൻ ആ പ്രൊഡ്യൂസറെന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എനിക്കത് അറിയില്ലായിരുന്നു. ഞാനവിടുത്തെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ആളാണെന്ന് ഓർത്തത്. അത് കഴിഞ്ഞാൽ പൈസ മുടക്കുന്നില്ല നിർമ്മാണം, അന്ന് നമ്മുടെ ചെറുപ്രായത്തിൽ. എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച് വരുന്നവരാണ്. സിനിമ മേഖല പഠിക്കാതെ വരരുത്. ഇപ്പം തന്നെ ഞാൻ തന്നെ നന്നായി ഇപ്പോൾ പഠിച്ചു. ഇനി പക്ഷേ എനിക്ക് പൈസ പോകത്തില്ലായിരിക്കും. കാരണം എനിക്കിതിനകത്തെ ചതിക്കുഴികൾ എവിടെ എങ്ങനെ ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഇപ്പോൾ ആയിട്ടുണ്ട്. വർഷങ്ങളായി അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ടറിലും പ്രൊഡ്യൂസറിലും ചേംബറിലും ഒക്കെ. ചേംബർ ഞാൻ 2 പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയിരുന്നു, 2 പ്രാവശ്യം ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ തന്നെ 8 വർഷമായി. അപ്പം ഇത്രയും വർഷമായിട്ടിരുന്ന് ഡിസ്ട്രിബ്യൂട്ടറിൽ തന്നെ ഞാൻ 2010 മുതലുണ്ട്, 2008 മുതലുണ്ട് എക്സിക്യൂട്ടീവിൽ. അപ്പം അത്യാവശ്യം ഈ മേഖല ഇപ്പം എനിക്കറിയാം. ഞാൻ പടം സിനിമ നിർമ്മിക്കുന്ന സമയത്ത് എനിക്ക് ഇത്രയും അറിയത്തില്ല. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഈ നിർമ്മാണ മേഖലയെ സ്തംഭിപ്പിച്ചു എന്നൊരു അഭിപ്രായമുണ്ട്. 1. 2, ചുരുങ്ങിയ പക്ഷം ഇതിൻ്റെ ഒരു കണക്കൊക്കെ വെച്ചിട്ട് OTT റൈറ്റ്സും മറ്റ് ബിസിനസ്സും ഒക്കെ ചെയ്തിരുന്നവർക്കും അടിയാണെന്ന് പറയുന്നത്. ഇതിനെ എതിർക്കുന്നവരുടെ ചില അഭിപ്രായങ്ങൾ, അതിനോട് യോജിക്കുന്നുണ്ട്. OTT ഇപ്പം എടുക്കുന്നില്ലല്ലോ, ഓടുന്ന പടങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. തിയേറ്ററിൽ പടം ഓക്കെ ആണെന്ന് കണ്ടാൽ മാത്രമേ പടം ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എത്ര പടം OTT എടുക്കുന്നുണ്ട്, എത്ര പടം സാറ്റലൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പം ഇത് പറഞ്ഞാൽ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഈ അടുത്ത നാളിൽ എത്ര പ്രൊഡ്യൂസർ പറഞ്ഞു ഇതൊന്നും OTT പോകുന്നതല്ല. ഒരു മനുഷ്യനും ഒരു പട്ടിക്കുറുക്കനും ഇല്ലാത്ത പടത്തിലൊക്കെ 5 കോടി 6 കോടി മുടക്കുക. ഇവർ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം നമ്മളത് പറയുമ്പോൾ അവർ പറയും അവന് കുശുമ്പായിട്ടാണ് അവർ കൊടുക്കും. ഇവർ സിനിമ പിടിക്കാൻ നമുക്ക് എന്തിനാ കുശുമ്പ്? സാന്ദ്ര ഒരു വലിയ വിഷയമായിരുന്നു, ഒരു ബോംബായിരുന്നു ഇടയ്ക്ക്. പ്രൊഡ്യൂസർ അസോസിയേഷനെ കുറിച്ച് വളരെ മോശമായ ഒരുപാട് ആരോപണങ്ങൾ അവർ ഉയർത്തിയിരുന്നു. അന്നും ചാനൽ ചർച്ചയിൽ അല്പമെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ചേട്ടൻ മാത്രമാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാഗമല്ല, ചേംബറിൻ്റെ ഭാഗമായിട്ട് നിന്ന് കൂടിയിട്ട് പോലും. പക്ഷേ ഒരു അർത്ഥഗർഭമായ മൗനം ഈ കാര്യത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ വരുത്തിയെന്ന് ചേട്ടൻ കരുതുന്നു. കാരണം അത് തന്നെ അറിയാം. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഞാനുമായിട്ട് നല്ല ബന്ധമാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ളതാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇരിക്കുന്നവരെല്ലാവരും കുറച്ചുകൂടെ അവരങ്ങനെ ഒരു തീരെ മോശക്കാരൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെല്ലാം എപ്പോഴും ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഒരുമിച്ചല്ലേ. അപ്പോൾ സാന്ദ്രയോട് അങ്ങനെ അവർ പറഞ്ഞു എന്ന് പറയുന്നു, ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അവർ മനഃപൂർവ്വം പറഞ്ഞു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അത് സാന്ദ്രയോട് ഞാൻ പറയാറുണ്ട്, ഞങ്ങൾ തർക്കിക്കാറുമുണ്ട്. അപ്പം G. സുരേഷ് കുമാറിനെ സംബന്ധിച്ച് ഒരു മാന്യായ മനുഷ്യനാണ്. ആരും ഞാൻ ഉള്ളപോലെ പറയും കേട്ടോ, എനിക്ക് പുള്ളിയെ സൂചിപ്പിച്ചൊരു കാര്യമൊന്നുമില്ല, നല്ലൊരു മനുഷ്യനാണ്. സുരേഷ് ചേട്ടൻ അത് ഞങ്ങളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി ഇരുന്നിട്ട് കണ്ണ് നിറയുകയും ചെയ്തു. പുള്ളിയുടെ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി ഇരുന്നപ്പോൾ ഞങ്ങൾ 5-6 പേര് ഇരുന്ന സമയത്ത് നമ്മുടെ WCCയിലെ എല്ലാ മെമ്പർമാരുണ്ട്. സുരേഷ് ചേട്ടനെ കണ്ണ് നിറയുകയും ചെയ്തു. എനിക്കത് പെട്ടെന്ന് ഫീൽ ചെയ്തത്. കാരണം സുരേഷ് ചേട്ടൻ 2 പെമ്പിള്ളാരാണ്. എനിക്ക് ആ കുഞ്ഞുങ്ങളെ അറിയാം, ഞങ്ങളെല്ലാം ഒരു ഫാമിലി പോലെ പിന്നെ സുരേഷ് ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു അത് പറഞ്ഞപ്പോൾ. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. സുരേഷ് ചേട്ടൻ തമാശ പറയുന്ന ആളാണ്. അപ്പോൾ ഇതിനെല്ലാം എഴുന്നള്ളിച്ചുകൊണ്ട് പോകാം എന്നൊക്കെ പറയും. സാന്ദ്രയ്ക്ക് അത് ഫീൽ ചെയ്തു. സാന്ദ്ര അതിനെടുത്ത് സെൻസ്, അത് നമുക്കറിയാം, ഓരോ മാനസികാവസ്ഥയാണ്. സാന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. സാന്ദ്ര പറയുന്നു, സാന്ദ്രയുടെ വേഷം. അപ്പം ആൻഡോ എന്നോട് പറഞ്ഞു, സൈചേട്ടാ നമ്മൾ സാന്ദ്രയെ കാണുന്നത് നമ്മുടെ സഹോദരിയെ പോലെയാണ്. ലെസ്റ്റിനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സന്ദീപ് എന്നോട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറഞ്ഞു, ഈ കേസിൽ പ്രതിയാണെന്ന് കണ്ടപ്പം എൻ്റെ വല്യമ്മ മുത്തശ്ശി പൊട്ടിക്കറങ്ങുന്നു പറഞ്ഞു. ഞാൻ എങ്ങനെ മറക്കും സഹിച്ചേട്ടാ എന്നോട് സന്ദീപ് സാറിന്. സത്യം, സന്ദീപ് കേൾക്കുമല്ലോ. ഞാനത് സാന്ദ്രയോട് പറഞ്ഞു, സാന്ദ്രയെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയെന്ന് പറഞ്ഞു.
ഈ സന്ദീപ് പറഞ്ഞത്. പക്ഷേ സാന്ദ്ര പറയുന്ന വേഷം സാന്ദ്രയുടെ ഭാഗം കേൾക്കുമ്പോൾ ശരി അല്ലേ, ഇപ്പുറത്ത് ഇവർ പറഞ്ഞ് കേൾക്കുമ്പോൾ ശരി. അപ്പം ഇത് ശരിക്കും ആ ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ അത് രമ്യതയെ തീർക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. പിന്നെ നമ്മുടെ ആൻഡോയ്ക്കും അത് ഭയങ്കര ഫീൽ ചെയ്തു. ആൻഡോ അതാ പറഞ്ഞു, ഞാൻ ഇനി അസോസിയേഷനിലേക്ക് അവധി എടുത്ത് വരുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. കാരണം ആൻഡോയും എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ സാന്ദ്രയോട് അവർ, ഇപ്പം ഞാൻ സാന്ദ്രയെ കാണുന്നത് എൻ്റെ ഒരു കുടുംബാംഗം പോലെ കേട്ടോ. എനിക്കൊരു കാര്യം കൊണ്ട് ഓടി ഞങ്ങൾ അങ്ങനെ കാണും. സാന്ദ്രയുടെ ഫാദർ ഞാൻ ഒത്തിരി തമാശ പറയാറുണ്ട്, ഇപ്പോഴും വിളിക്കും ഫോണിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അത് എന്തായാലും അത് രണ്ട് ധ്രുവത്തിലായി. സാന്ദ്ര പുറത്തായി, സാന്ദ്ര കോടതിയിൽ നിന്ന് തിരിച്ചു വന്നു. സാന്ദ്രയുടെ ചോദ്യങ്ങളോട് അല്ലെങ്കിൽ സാന്ദ്ര ഉയർത്തിയ വിഷയങ്ങളോട് അസോസിയേഷൻ പ്രതികരിക്കണമായിരുന്നു അല്ലേ, സ്വാഭാവികമായിട്ട്? അല്ല, അസോസിയേഷൻ അല്ല, ഒരു ലേഡിക്കെതിരെ പ്രതികരിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പറയും. ഇപ്പം നിങ്ങൾ മുമ്പേ ചോദിച്ചല്ലേ നമ്മൾ ദിലീപ് കേസിൽ ഞാൻ പ്രതികരിക്കാൻ എന്തുകൊണ്ടാണ്? നമുക്ക് പ്രതികരിക്കുമ്പോൾ ചിലപ്പം നമ്മൾ അറിയാതെ വല്ല ടങ് സ്ലിപ്പ് വന്നാൽ മതി. ഏഷ്യാനെട്ട് ഞാനൊരു ടങ് സ്ലിപ്പ് വന്നതിന് എനിക്കൊരു കേസ് വന്നത് ഏതാ, വിനു വി ജോൺ എല്ലാവരും വന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് കേസ് കൊടുത്തത്. വിനു വി ജോൺ ഇപ്പം ഞങ്ങൾ വലിയ ഇഷ്ടക്കാരാണ്. പക്ഷേ ആ സമയത്ത് കറണ്ട് പോയി, എനിക്ക് കേൾക്കത്തില്ലായിരുന്നു. ഇത് വിട്ടുവിട്ട് പോയി, എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ടങ് സ്ലിപ്പ് വന്നു. അത് വനിതാ മറ്റേ ഇത് കമ്മീഷനിലൊക്കെ കേസായിപ്പോയി. എൻ്റെ വായിൽ നിന്ന് അറിയാതെ ടങ് സ്ലിപ്പ് വന്നു. അപ്പം നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പറയണം. നമുക്ക് ഈ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പറയണമെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ സുരേഷനെ ചോദിച്ചു, നിങ്ങൾ തുറന്ന് പറയുന്നല്ലോ. എനിക്ക് തുറന്ന് പറയുന്നത് ഇഷ്ടം. എന്തിനാണ് ഈ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത്? ഉള്ളവരെ പറഞ്ഞേക്കുക. സാന്ദ്രയുടെ വിഷയങ്ങളോട് ചെറുതായിട്ട് പിന്നെ പിന്മാറി നിന്നു തോന്നുന്നുണ്ടോ അസോസിയേഷൻ? അല്ലെങ്കിൽ അവരോട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടതായിരുന്നില്ലേ? അങ്ങനെ തോന്നിയില്ല? അതിനകത്ത് ഇടപെടാൻ സാധിച്ചിട്ടുണ്ടോ ചേട്ടൻ അങ്ങനെ കരുതല്? അല്ലല്ല, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. അതായത് അവരുടെ കൈ നിൽക്കുന്ന കാര്യത്തിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പോയി. നമുക്ക് കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അത് കോംപ്രമൈസ് ചെയ്ത് പോകണമായിരുന്നു. പക്ഷെ സാന്ദ്രയെ പ്രൊഡ്യൂസർ, സാന്ദ്ര ഇത് കേൾക്കുമല്ലോ, സാന്ദ്രയോട് ഞാൻ പറയാറുള്ള കാര്യം കേട്ടോ, അവരാരും ഒരു മോശപ്പെട്ട രീതിയിൽ കാണുന്നവരാണ്. അത് എപ്പോഴും സാന്ദ്രയുടെ വരുന്നതല്ലേ. സാന്ദ്ര അങ്ങനെ പിന്നെ ഇവർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവരിത് പറഞ്ഞല്ലോ എന്നുള്ള ഫീൽ ആയിരിക്കും സാന്ദ്രയ്ക്ക് വന്നത്. അവർ പറഞ്ഞോന്ന് നമുക്കറിയില്ല കേട്ടോ, നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അവർ കമൻറ്റ് പറഞ്ഞു. അപ്പോൾ സാന്ദ്രയ്ക്ക് അത് പെട്ടെന്ന് നമ്മൾ ചില തമാശ ചിലപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരിക്കും, ചേർന്നാക്കി ചിലപ്പോൾ അത് പെട്ടെന്ന് ഫീൽ ചെയ്യും അല്ലേ. അത് ഓരോരുത്തരെ മാനസികാവസ്ഥയും അവരുടെ തിരിച്ചറിവും അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓരോ വ്യക്തി വ്യത്യസ്തരല്ലേ. അതൊന്നും സംഭവിച്ചതായിരുന്നു. നാളെ ഒരു സിനിമ സാന്ദ്രയായിട്ട് ചെയ്യണമെന്ന് ഇത് വന്നാൽ ചേട്ടൻ സ്വീകരിക്കുമോ? സ്വാഭാവികമായിട്ട് ഞാനോ സാന്ദ്രയായിട്ട് നമുക്ക് തന്നെ സ്വീകരിക്കണം. എന്താ പക്ഷെ അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. ഇനിയും നാളത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സൃഷ്ടിക്കപ്പെടുമ്പോഴേ സൃഷ്ടിക്കപ്പെടത്തുള്ളൂ. പൈസ ആയിട്ട് എന്നിട്ടും കാര്യമില്ല. മറ്റേ ഷെയ്നുമായിട്ടൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചാൽ. അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. സാന്ദ്രയായിട്ട് എനിക്ക് സാന്ദ്രയും ഞാനും തമ്മിൽ ഈ ജനകീയ കോടതിയിൽ ഒരു ഇത് വന്നുകൊണ്ടായിരിക്കും ചോദിച്ചല്ലേ. അതിനെന്താ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞില്ല. ഇപ്പം ജനകീയ കോടതിയിൽ സാന്ദ്രയുടെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കേസിനകത്ത് എന്നെ SIT വിളിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്, ബി ഉണ്ണികൃഷ്ണൻ സാന്ദ്രയെ പടം ചെയ്യിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും എന്നിട്ടും സാന്ദ്ര പടം ചെയ്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പം അത് സാന്ദ്ര എന്നെ സാക്ഷിയാക്കി കൊടുത്ത് SIT എൻ്റെ മൊഴി എടുത്തായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ബി ഉണ്ണികൃഷ്ണൻ വെല്ലുവിളിച്ചായിരിക്കാം, ഇല്ലായിരിക്കാം, അതെനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. ഞാൻ അന്ന് മാത്രം യോഗത്തിൽ പോയില്ല. അന്ന് ഞാൻ ആ യോഗത്തിൽ പോകേണ്ട ആളാണ്. അപ്പം ഉണ്ണികൃഷ്ണൻ ഇനി വെല്ലുവിളിച്ചെന്നിരിക്കട്ടെ, സപ്പോസ് എനിക്കല്ല, കോടതി ഇരിക്കുന്ന അറിയാം. എന്നാലും സാന്ദ്ര പടം ചെയ്തില്ലെന്ന് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം. അതായത് സാന്ദ്രയ്ക്ക് ഇവിടെ അസോസിയേഷൻ ഉണ്ട്. ഒരു കൂട്ടർ പ്രൊഡ്യൂസറോ ഡിസ്ട്രിബ്യൂട്ടറോ ഫിലിം ചേംബർ ഇവിടെയുള്ള കാരണമല്ല. ഫിലിം ചേംബറിനെ വെല്ലുവിളിക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പെക്സ് ബോഡിയെ ആർക്കും പറ്റത്തില്ല ഫിലിം ചേംബറിനെ വെല്ലുവിളിക്കാൻ. കാരണം ഫിലിം ചേംബർ ഇൻ്റർനാഷണൽ ബോഡിയാണ്. കേരളത്തിൽ നിന്ന് തമിഴ്, തെലുങ്ക് എല്ലാം അങ്ങോട്ട് കണക്റ്റഡാണ്. ഫിലിം ചേംബർ തിയേറ്ററുകാർ അതിനകത്തുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസറുണ്ട്. ഫിലിം ചേംബർ പറയാം സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. അമ്മയ്ക്ക് ഒരു ഫിലിം ചേംബറിനെ മറികടക്കാൻ പറ്റത്തില്ല. പക്ഷേ ഫിലിം ചേംബർ അപ്പെക്സ് ബോഡിയാണ്, എല്ലാത്തിലും കയറി ഇടപെടത്തില്ല. ഫിലിം ചേംബറിനോട് മക്കൾ വന്ന് പരാതി പറയുകയാണെങ്കിൽ നമ്മളൊരു തറവാട്ടിലെ കാരണവരെ സ്ഥാനത്ത് ഇരുന്ന ആളാണ് ഫിലിം ചേംബർ. മക്കൾ ആരൊക്കെയാണ്? പ്രൊഡ്യൂസർ, മറ്റൊരു മകനാണ് ഡിസ്ട്രിബ്യൂട്ടർ, മറ്റൊരു മകനാണ് തിയേറ്ററുകാർ. ഈ 3 കൂട്ടരും വന്നൊരു പരാതി പറഞ്ഞാൽ ഇനി അതോ ഫിലിം ചേംബർ തിരിച്ചു പറയുകയാണ് മക്കളെ ഇങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അവരനുസരിക്കും. അപ്പം ഒരു സിനിമ തിയേറ്ററിൽ സഹകരിക്കേണ്ട അവരോടൊന്ന് ഫിലിം ചേംബർ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഫിലിം ചേംബറിനെ വെല്ലുവിളിക്കാനൊന്നും ആർക്കും പറ്റുകയില്ല. ഫിലിം ചേംബർ അങ്ങനെ തിരിച്ച് ഒരിക്കലും ഒരാളെ നശിപ്പിക്കാനോ ഒന്നും കൂട്ടു നിൽക്കത്തുമില്ല. സാന്ദ്രയുടെ കാര്യത്തിൽ ചേംബറിന്റെ നിലപാട് അങ്ങനെ ആയിരുന്നു. ചേംബറുമായിട്ട് സാന്ദ്രയ്ക്ക് പ്രശ്നങ്ങളില്ലല്ലോ. ചേംബർ മെമ്പറാണല്ലോ.
ചേംബറുമായിട്ടൊരു പ്രശ്നമില്ല, ചാന്ദ്രയ്ക്ക് പടം ചെയ്യാമല്ലോ, അതൊന്നും പ്രശ്നമില്ല. അപ്പം പടം ചെയ്യുന്നതിനൊന്നും പ്രശ്നങ്ങൾ ആർക്കും ഇല്ല. മറിച്ച് ചേംബറിനെ വെല്ലുവിളിക്കാൻ സാന്ദ്ര വന്നിട്ടില്ല. സാന്ദ്ര അതുമായിട്ടൊരു ബന്ധപ്പെട്ട കാര്യമുള്ളൂ. അപ്പോൾ എനിക്കെതിരെ കഴിഞ്ഞ ജലമോടിയിൽ സുരേഷ് ഗോപിക്ക് സ്വീകരണം കൊടുത്ത പുറകെ തന്നെ സാന്ദ്ര കയറി വിമർശിച്ചു. ഞാൻ പറഞ്ഞു വിമർശിച്ചു, എനിക്ക് പണക്കൊന്നുമില്ല. കാരണം സാന്ദ്രയ്ക്ക് എന്നെ വിമർശിക്കാൻ ഞങ്ങൾ വലിയ കൂട്ടം. അപ്പോൾ ആൾക്കാർ ചമ്മി, ഒത്തിരി പേര് ചോദിച്ചു. അയ്യോ, ജനം ഞെട്ടിപ്പോയി. സുരേഷ് ഗോപി അദ്ദേഹം വന്ന് അദ്ദേഹത്തെ ചേംബറിൽ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു, സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞ് അമ്മയുടെ അവിടെ അന്ന് അറ്റ്നസിൻ്റെ പ്രോഗ്രാം നടക്കുക, സജീന്ന് വിളിച്ച് പറയണം ഫുഡ് എനിക്ക് റെഡിയാക്കാൻ. ഞാൻ അടുവാളെ വിളിച്ച് പറഞ്ഞു ഫുഡ് സുരേഷ് ചേട്ടൻ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പം ഞാൻ നോക്കുമ്പോൾ സാന്ദ്ര എനിക്കെതിരെ പ്രസംഗിക്കുന്നതാണ്. അതിനെന്താ, ഞാൻ എന്നെ വിമർശന അതീതനാണോ? എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ആൾക്കാരും ഞെട്ടിപ്പോയി. ഇന്ന് രാത്രി മുഴുവൻ കോളിൻ്റെ ബഹളമാണ്. ഇത്രയും നല്ല കൂട്ടിരുന്ന സാന്ദ്ര എന്താണ് സജീന്ദ്രയുടെ അതിലെ ചേംബർ ജനറൽ സെക്രട്ടറി സ്റ്റേജിൽ കയറി നെൽമുടിയിൽ? ഞാൻ പറയുക അതിനെന്താ, അവർ അവിടെ പണക്കമുണ്ടോ? എനിക്കില്ല. അപ്പം ഞാൻ അതിനെ കാണുന്നത് എങ്ങനെയാണ്? സാന്ദ്രയുടെ അവകാശം സാന്ദ്ര അവിടെ വിനിയോഗിച്ചു. അത് സുരേഷ് ബാബു ചെയ്ത ഒരു ചതിയാണ്. എൻ്റെ 5 ഫിംഗേഴ്സ് എഴുതിയ സുരേഷ് ബാബു ഒരു സംഘടനയ്ക്ക് വിനയനെ ഇത് ചെയ്യാൻ പറ്റില്ല. വിനയൻ നാളെ സിനിമ നിർമ്മിക്കാനോ ഡയറക്റ്റ് ചെയ്യാനോ വന്നാൽ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഇവിടെ ഉണ്ടാവും. എൻ്റെ ഒരു സിനിമ പൊട്ടിയ സമയത്ത് ഞാനെന്നും സഹായിച്ചുകൊണ്ടിരുന്ന വ്യക്തി അങ്ങോട്ട് മാറിയിരുന്ന് പറയുമ്പോൾ ഞാനിത് കേട്ടോണ്ടിരിക്കുക. ഞാൻ അതിലേ പോയത് കണ്ടില്ല. അയാൾ പറയുകയാണ് ഇവനൊന്ന് പൊട്ടിക്കാണേന്ന്. അപ്പോൾ ഞാൻ ഒത്തിരി നാളെ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു തെറ്റിദ്ധാരണ പോലെ ഞങ്ങളൊന്ന് അകന്നു. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂക്ക. അത് ആരും പറയാറില്ല, ഞാൻ പറഞ്ഞു.